മക്കളെ ഓക്സ്ഫോർഡിലേക്ക് പറഞ്ഞയച്ചോളി. കുട്ടികളുടെ വിജയത്തിൽ രക്ഷിതാക്കളുടെ ഒരേയൊരു വിശ്വാസം ഓക്സ്ഫോർഡ്. ഓക്സ്ഫോർഡ് അക്കാദമി മണ്ണൂർ വളവ്. +1, +2 സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ, SSLC 9, 10, 8 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ക്ലാസ്സസ്. ഇനി ട്യൂഷൻ സെന്ററുകൾ തേടിയുള്ള അലച്ചിൽ നിർത്താം. ബുക്ക് യുവർ സീറ്റ്സ്. ഓക്സ്ഫോർഡ് ഈറ്റ്സ് യുവേഴ്സ്. ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാൻ ഓഫ്. എടാ മക്കളെ, നമ്മളിപ്പോൾ പഠിക്കാൻ പോണത് 10ാം ക്ലാസ് ഇംഗ്ലീഷിലെ പുതിയ പാഠപുസ്തകത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അതായത് എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ്. കൊളംബിയൻ നോവലിസ്റ്റ് ആയിട്ടുള്ള ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ് എന്ന് പറഞ്ഞൊരു മച്ചാനാണ് ഈ ഒരു കഥ എഴുതിയിരിക്കുന്നത്. ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. പേര് ഷോർട്ട് സ്റ്റോറി അല്ലെങ്കിൽ ചെറുകഥ എന്നൊക്കെയാണെങ്കിലും മക്കളെ, ഇത് അത്യാവശ്യം നല്ലോണം വലിപ്പമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു വീഡിയോയിലൂടെ ഇത് ഫുള്ളാക്കാൻ കഴിയും തോന്നുന്നില്ല. അപ്പൊ കുറെ ലെങ്ത് ഉണ്ടാവും, മക്കൾക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് 2 പാർട്ടായിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. മക്കളെ, ഈ വീഡിയോ നന്നായിട്ട് കാണുക, എന്നിട്ട് ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൂടി മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഞാൻ നേരത്തെ ഹിന്ദി ക്ലാസ്സിന്റെ പറഞ്ഞ പോലെ തന്നെ മക്കൾ അർത്ഥങ്ങളൊക്കെ നോട്ട്ബുക്കിലേക്ക് എഴുതിയിരിക്കണം. അർത്ഥങ്ങൾ നോക്കി പഠിച്ചാൽ മാത്രമേ മക്കൾക്ക് മുഴുവൻ സ്കോറും നേടാൻ പറ്റുള്ളൂ. പിന്നെ ഈ ചാപ്റ്റർ മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ടുള്ള നിങ്ങൾക്ക് ടെസ്റ്റൽ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഇതിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ തരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ മക്കളെ, നമ്മുടെ ഈ സ്റ്റോറി ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഈ സ്റ്റോറി ഒന്ന് പറഞ്ഞുതരാം. ഈ സ്റ്റോറി ഒരു കടൽ തീരത്താണ് നടക്കുന്നത്. ഒരു കടൽ തീരത്താണ് നമ്മുടെ ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായ പെലേയോ. ഇവിടെ ഞാൻ വരച്ചേരാം. ഇതാണ് പെലേയോ എന്ന് പറഞ്ഞിട്ടുള്ള ചെങ്ങായി. ഓക്കെ, അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. കൊളംബിയൻ ലാംഗ്വേജ് ആണ്. എന്തായാലും ഈ മച്ചാൻ താമസിക്കുന്നത്, ഇയാൾക്കൊരു പൊണ്ടാട്ടിയുണ്ട്, ഒരു ഭാര്യയുണ്ട്. അയാളുടെ പേരാണ് എലിസെന്റ. അയാളുടെ അല്ല, അവളുടെ പേരാണ് എലിസെന്റ. അപ്പൊ നമ്മുടെ പെലായോ മച്ചാനും അതുപോലെ തന്നെ എലിസെന്റയും കൂടി നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതിനിടക്കാണ് അവരുടെ ജീവിതത്തിലേക്ക് ഒരു ട്രാജഡി വരുന്നത്. സംഭവം വേറെ ഒന്നല്ല, ആ ഭാഗത്ത് ഒരു 3 ദിവസമായിട്ട് ശക്തമായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കൊടുത്തില്ല കേട്ടോ. അയാളുടെ ശരിക്കുള്ള സ്റ്റോറിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം അവിടെ കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോറിയിൽ തന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങളുടെ ഈ ചാപ്റ്ററിൽ ഉണ്ടാവില്ല, പക്ഷെ കഥയൊന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ 3 ദിവസമായിട്ട് ശക്തമായിട്ട് അവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മഴക്കാലം തന്നെയാണ്. അപ്പൊ ആ മഴ പെയ്തുകൊണ്ട് തന്നെ കടലിൽ നിന്ന് ഒരുപാട് ഞണ്ടുകൾ. ഇതൊരു നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ സ്റ്റോറി മാജിക്കൽ റിയാലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു ലിറിക്കൽ സ്റ്റൈലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു കഥ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഈ മാജിക്കൽ റിയാലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കുള്ള റിയൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും റിയൽ ആയിട്ടുള്ള സ്റ്റോറിയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ആ റിയൽ ക്യാരക്ടേഴ്സിന്റെ ഇടയിൽ ഒരു രസത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ട് തീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സൂപ്പർ നാച്ചുറൽ ക്രീച്ചേഴ്സ് എന്ന് പറയും, അമാനുഷിക ശക്തിയുള്ള കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ, നമ്മുടെ പ്രേതങ്ങൾ, ഏഞ്ചൽസ്, മാലാഖമാര്, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യനല്ലാത്ത പല ക്രീച്ചേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് സാധാരണമല്ലാതെ തോന്നുന്ന ഇത്തരത്തിലുള്ള സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ മാജിക്കൽ ക്രീച്ചേഴ്സിനെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരും അതേപോലെ തന്നെ സാധാരണ മനുഷ്യന്മാരും കൂടി ഇടപഴകി ജീവിക്കുന്ന രീതിയിലുള്ള കഥകൾക്കാണ് നമ്മൾ മാജിക്കൽ റിയാലിസം എന്ന് പറയാം. അപ്പൊ അത്തരത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ഹെഡിങ് നോക്കുമ്പോൾ തന്നെ മക്കൾക്ക് മനസ്സിലാവും. എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ് എന്നാ പറഞ്ഞത്. ഇനോമസ് എന്ന് പറഞ്ഞാൽ വെരി ഹ്യൂജ്, വളരെ വലിയ എന്നാണ് അർത്ഥം. വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറക്. അപ്പൊ വലിയ ചിറകുള്ള ഒരു പ്രായമുള്ള മനുഷ്യൻ. നമ്മൾ പല മനുഷ്യന്മാരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ചിറകുള്ള മനുഷ്യന്മാരെ കണ്ടിട്ടില്ല അല്ലേ? ചിറക് സാധാരണ മാലാഖമാർക്കൊക്കെ അല്ലേ ഉണ്ടാവില്ല, ഏഞ്ചൽസിനെ. അപ്പൊ ഇവിടെയും പറയുന്നത് തന്നെയാണ്, ഒരു ഏഞ്ചൽ. ഇവിടെ നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കിയാൽ തന്നെ കാണാം, കണ്ട ഒരു മനുഷ്യൻ മണ്ണിൽ കിടന്നുറങ്ങുകയാണ്, ബീച്ചിൽ കിടക്കുകയാണ് അല്ലേ? അതൊക്കെ ചിറകുകളൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ ഇത് തന്നെയാണ് ഈ കഥയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തി എന്താന്ന് വിചാരിച്ചാൽ, 3 ദിവസം ശക്തമായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പെലായുടെ വീട്ടിലേക്ക് ഈ കടലിൽ നിന്ന് കുറെ ഞണ്ടുകൾ കടന്നു വരികയാണ്. ഓക്കെ, അവരുടെ വീട്ടിലേക്ക് കുറെ ഞണ്ടുകൾ വരുന്നു. അപ്പൊ ആ ഞണ്ടുകൾ ഒരു ദുശകുനമായിട്ടാണ് വരുന്നത്, ഒരു അപസൂചകമായിട്ടാണ് വരുന്നത്, അങ്ങനെയൊക്കെ പറയല്ലേ? എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും ആ ഞണ്ടുകൾ വന്നതോട് കൂടിയിട്ട് ആ സമയത്ത് അവരുടെ മകന് എന്തോ ഒരു മാറാരോഗം വരികയാണ്, ഒരു വലിയ അസുഖം വരികയാണ്. അപ്പൊ ഇവർ വിശ്വസിക്കുന്നത് എന്താ വിചാരിച്ചാല്, ഈ ഞണ്ടുകൾ വന്നത് കൊണ്ടാണ്, അല്ലെ ഞണ്ടുകൾ കാരണമാണ് ആ കുട്ടിക്ക് വലിയ അസുഖം വന്നതെന്ന്. അങ്ങനെ അവരാകെ ടെൻഷൻ അടിച്ച് എപ്പോഴും ആ കുട്ടിയെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം എന്ത് സംഭവിക്കുകയാണ്, നമ്മുടെ പെലായ അങ്ങനെ വീട്ടിലേക്ക് വരും. ഈ ഞണ്ടുകളൊക്കെ അയാളുടെ പണി എന്താ വെച്ചാൽ, എന്നും ഇങ്ങനെ ഞണ്ടുകളെ പിടിച്ചങ്ങാണ്ട് വീട്ടിനകത്തുനിന്ന് ഈ കടലിൽ കൊണ്ടുപോയിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇയാളുടെ പണി. അങ്ങനെ ഒരു ദിവസം ഇയാൾ ഈ ഞണ്ടുകളൊക്കെ ഒഴിവാക്കിങ്ങാണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് നമ്മുടെ കഥ ഇവിടെ തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ അയാൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് തന്റെ വീടിന്റെ ബാക്ക് യാർഡിൽ പുറകുവശത്തായിട്ട് എന്തോ ഒന്ന് അനങ്ങുകയും ഞരങ്ങുകയൊക്കെ ചെയ്യുന്നതായിട്ട് അയാൾക്ക് തോന്നുകയാണ്. സംതിങ് ഈസ് മൂവിങ് ആൻഡ് ഗ്രോണിങ് അല്ലെ? അപ്പൊ എന്തോ ഞരക്കവും ഒരു മുളലൊക്കെ കേൾക്കുകയാണ്.
അപ്പൊ അയാൾക്ക് ഒരു കാഴ്ച അത്ര ഇല്ല. കാരണം എന്താന്ന് വിചാരിച്ചാൽ അയാൾക്ക് കാഴ്ച ഇല്ല എന്നല്ല, ഇവൻ ദോ ഇറ്റ് വാസ് നൂൺ, അതായത് ആ സമയം നല്ല ഉച്ച സമയമാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഇറ്റ് ഈസ് ടു ഡാർക്ക് ഔട്ട് സൈഡ്, പുറത്ത് നല്ല ഇരുടായിരുന്നു. നമുക്കറിയാം ബിക്കോസ് ഓഫ് ദ റെയിൻ അല്ലേ, അതായത് മൊത്തം റെയിൻ ക്ലൗഡ്സ് ആണ്, അതായത് നമ്മുടെ മഴമേഘങ്ങളാണ്, കാർമേഘങ്ങളാണ്. അതുകൊണ്ട് നട്ടുച്ച നേരത്തും നല്ല എന്തായിരുന്നു, ഇരുടായിരുന്നു പുറത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് ഹി കുഡിൻ സീ എനിത്തിങ് ദർ അല്ലേ, അവിടെ കാര്യമായിട്ടൊന്നും അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. സോ ഹി ഹാഡ് ടു ഗോ നിയർ അല്ലേ, അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വന്നു, കുറച്ച് അടുത്തേക്ക് പോകേണ്ടി വന്നു. അപ്പൊ അടുത്ത് പോയപ്പോൾ അയാൾ എന്താ കാണുന്നത്, ഇറ്റ് വാസ് എൻ ഓൾഡ് മാൻ അല്ലേ, അതൊരു പ്രായമുള്ള ഒരു മനുഷ്യനാണ്. അയാൾ എന്താ ചെയ്യുന്നത്, ലൈങ് ഫേസ് ഡൗൺ അല്ലേ, അയാളുടെ മുഖം താഴത്തേക്ക് കമഴ്ന്നുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്, ഫേസ് ഡൗൺ ആയിട്ട് മണ്ണിൽ ഇങ്ങനെ കിടക്കുകയാണ്. ബട്ട് ദ സ്ട്രേഞ്ച് തിങ് വാസ് ദാറ്റ് ഹി ഗോട്ട് ടു ഇനോമസ് വിങ്സ് അല്ലേ, അയാൾക്ക് എന്തുണ്ടായിരുന്നു, വലിയ 2 ചിറകുകൾ ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ എന്തായി, ഹി വാസ് ഷോക്ക്ഡ് അല്ലേ, അയാളാകെ ഞെട്ടിപ്പോയി, അയാൾ പേടിച്ചു പോയി. ഹി സ്റ്റാർട്ടിൽഡ് അല്ലേ, അയാൾ ഉടൻ തന്നെ എന്ത് ചെയ്തു, ഹി റാൻ ബാക്ക് ടു ഹിസ് ഹൗസ്, അയാൾ വീട്ടിലേക്ക് ഓടി. അതിപ്പോ നമ്മളായാലും അങ്ങനെയല്ലേ, പെട്ടെന്ന് ചിറകൊക്കെ ഉള്ള ഒരാളെ കാണുമ്പോൾ നമ്മളായാലും പേടിക്കും അല്ലേ. അപ്പൊ പെലായ പേടിച്ചു കണ്ട് നേരെ വീട്ടിലേക്ക് പോയി. അതിനെക്കാട്ടും വലിയ ധൈര്യശാലിനെ കൂട്ടിക്കൊണ്ടുവരാൻ ആരാ, നമ്മുടെ എലിസെന്റ് അല്ലേ, അതായത് പെലായുടെ ഭാര്യ. അങ്ങനെ നമ്മുടെ പെലായ അയാളുടെ ഭാര്യയും കൂട്ടിയിട്ട് എവിടേക്ക് വരികയാണ്, ഈ ഒരു ഓൾഡ് മേനെ കാണാൻ വേണ്ടി വരികയാണ്. ഇപ്പൊ എന്താ മക്കളെ സംഭവിക്കുന്നത്, രണ്ടുപേരും ഈ ഒരു കാഴ്ച കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. നേരത്തെ ഒരാളെ ഞെട്ടിയിട്ടുള്ളൂ, അപ്പൊ ഞെട്ടലിന് കമ്പനി കൂടി അല്ലേ, രണ്ടുപേരും കൂടി ഞെട്ടിക്കുത്തിരിക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരു ധൈര്യമൊക്കെ വന്നു. അങ്ങനെ അവര് ആ ഓൾഡ് മാൻ ഇവരെയും കണ്ടു. ഓക്കെ, അങ്ങനെ അപകടകാരിയല്ല എന്ന് മനസ്സിലായപ്പോൾ ഇവരൊന്ന് പരിചയപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. ദേ സ്റ്റാർട്ടഡ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ടു ഹിം അല്ലേ, ഈ ഒരു വൃദ്ധനായ മനുഷ്യനോട് പല ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. പക്ഷെ കാര്യം ഉണ്ടായില്ല മക്കളെ, കാരണം ഹി റിപ്ലൈഡ് ഇൻ എ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്ട്. ഡയലക്ട് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് എന്നാണ് അർത്ഥം. ഇൻകോംപ്രിഹെൻസിബിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയാത്ത. അപ്പം ഇവർക്ക് മനസ്സിലാവാത്ത എന്തോ ഒരു ഭയങ്കര ഭീകരമായ ഒരു ഭാഷയിലാണ് ഇയാൾ മറുപടി പറഞ്ഞത്. അപ്പൊ ഇവർ ആകെ കുടുങ്ങി, എന്താ പറയണതെന്നൊന്നും മനസ്സിലാവില്ല, വൃദ്ധം എന്താ പറയണതെന്നും മനസ്സിലാവില്ല, ഇയാൾ ഏത് യൂണിവേഴ്സിൽ നിന്ന് വന്നതാണെന്ന് പോലും ഇവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഈ മണ്ടന്മാർ വിചാരിച്ച എന്താ വിചാരിച്ചാൽ ഇയാൾ കടലിൽ നിന്ന് വന്നതായിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇയാൾ ഒരു സെയിലർ ആയിരിക്കും, നാവികനായിരിക്കുന്നത്, നാവികൻ, ചിറകുള്ള നാവികനെ, എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും ഈ ചെങ്ങന്മാർ അയാളുടെ ശബ്ദത്തിൽ ആ ബോൾഡ്, ആ ധൈര്യം, ഒരു കരുത്തുറ്റ ശബ്ദം അയാൾക്കുണ്ടായിരുന്നു, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള. അപ്പൊ ആ ശബ്ദം കേട്ടപ്പോൾ ഇവർ വിചാരിച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെയിലർ, ഒരു നാവികനായിരിക്കുന്നത്. കഥയിൽ ചോദ്യമില്ല, ഇയാൾക്ക് എങ്ങനെ ചിറക് വന്നൊന്നും ചോദ്യമില്ല. അപ്പൊ എന്തായാലും ഇവർ അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിയെങ്കിലും ഇവർക്ക് ചെറിയൊരു സംശയം. അങ്ങനെ ഇവരെന്തെന്ന് വിചാരിച്ചാൽ ഒരു അയൽവാസിയായ ഒരു പെണ്ണിനെ കൂട്ടി വന്ന് ഇതൊന്ന് അവരുടെ സംശയം കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി. അപ്പൊ അയൽവാസിയായ സ്ത്രീ അതിനെക്കാട്ടും വലിയ വണ്ടത്തിയാണ്. 31 കണ്ട് പറഞ്ഞ് ഇത് നിങ്ങൾ വിചാരിച്ച മാതിരി സെയിലർ ഒന്നല്ല, അതായത് നാവികനൊന്നല്ല, ഇതൊരു ഏഞ്ചൽ ആണെന്ന് പറഞ്ഞു. ഈ ഏഞ്ചൽ നിങ്ങളെ മോനെ എന്ത് ചെയ്യാന്, ബ്ലസ്സിങ് ചെയ്യാൻ, അതായത് അനുഗ്രഹിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ പ്രായമായതുകൊണ്ട് മഴയിൽ ഇടിച്ച് താഴെ വീണ് പോയതാണ്. പ്രായ ഏഞ്ചലിൽ എന്ത് ചെയ്യാനാ ദൈവം ഈ പാവത്തിനെ സഹായിക്കാൻ വേണ്ടി, കുട്ടിനെ സഹായിക്കാൻ വേണ്ടി വയസ്സായ ഒരു ഏഞ്ചലിനെ വിട്ട്. ദൈവത്തിന്റെ ഒരു അവസ്ഥ എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും ഈ വയസ്സായ ഏഞ്ചൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചിറകൊടിഞ്ഞുകാണ്ട് ഇവിടെ കിടക്കേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞാണ്ട് മൂപ്പത്തി പോയി. എന്തായാലും പിന്നെ അവിടെ സംഭവിക്കുന്നത് കുറെ നാടകീയമായ മാറ്റങ്ങളാണ്. നമ്മുടെ പെലായ എന്തെന്ന് വിചാരിച്ചാൽ ഈ ചെങ്ങൈനെ പിടിച്ച് വലിച്ചുങ്ങാണ്ട് ഡ്രാഗ് ചെയ്തുങ്ങാണ്ട് തന്റെ കോഴിക്കൂട്ട് കൊണ്ടുപോയിട്ട് അടച്ചു. ഓക്കെ, ഏതായാലും ഒരു മാലാഖയല്ലേ, അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലെ. അങ്ങനെ കോഴിക്കൂട്ട് കൊണ്ടുപോയി അടച്ചു. അടുത്ത ദിവസം നോക്കുന്ന സമയത്ത് എന്താ വിചാരിച്ചാൽ ആ പ്രദേശത്തെ ആളുകൾ മൊത്തം അറിഞ്ഞു. അതായത് നമ്മുടെ പെലായ ഒരു മാലാഖയെ ബന്ദിയാക്കിയിട്ടുണ്ട്, മാലാഖയെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെ കാണാൻ വേണ്ടി, നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങളൊക്കെ വന്നാൽ നമ്മളെല്ലാവരും കാണാൻ പോലെ, അങ്ങനെ നാട്ടിലുള്ള ആളുകളൊക്കെ ഇതിനെ കാണാൻ വേണ്ടി വരികയാണ്. അതിനിടക്കാണ് പെട്ടെന്നൊരു ദിവസം എന്ത് സംഭവിക്കുന്നത്, ഈ പെലായയുടെ മകന്റെ അസുഖം പെട്ടെന്ന് മാറുകയാണ്. ഈ മാലാഖ വന്നത് കൊണ്ടാണെന്നാണ് ആര് വിചാരിച്ചത്, പെലായൊക്കെ വിചാരിച്ചത്. ഈ വാർത്തയും നാട്ടിൽ മൊത്തം വരുന്നു. ഒരു മാലാഖ പെലായുടെ വീട്ടിലെത്തി. അപ്പൊ കുട്ടിയുടെ മാറാത്ത രോഗമൊക്കെ എന്ത് ചെയ്തു, പെട്ടെന്ന് മാറിയെന്ന്. അപ്പൊ കുറെ മണ്ടന്മാരായ നാട്ടുകാർ വിചാരിച്ചു, എന്നാ പിന്നെ നമ്മുടെ അസുഖങ്ങളൊക്കെ മാലാഖയെ കണ്ടാൽ മാറുമെന്ന് വിചാരിച്ചിട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന്, പല ദൂര പ്രദേശത്തു നിന്നൊക്കെ എന്ത് ചെയ്തു, ആളുകൾ, കൈയില്ലാത്തവരും കാലില്ലാത്തവരും വികലാംഗരായിട്ടുള്ള ആളുകളൊക്കെ അവരുടെ അനുഗ്രഹത്തിന്, മാലാഖയുടെ അനുഗ്രഹത്തിന് വേണ്ടി അവിടേക്ക് വരുന്നു. അങ്ങനെ ആ പ്രദേശം മൊത്തം ജനക്കൂട്ടമായി. അവസാനം ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ഇവർക്ക് സൈന്യത്തെ വരെ വിളിക്കേണ്ടി വന്നു, പലായക്കും എലിസെന്റൊക്കെ. അങ്ങനെ അവസാനം അവർക്ക് ഒരു ഐഡിയ തോന്നി. അവരെന്ത് വിചാരിച്ചാൽ വീടിന് ചുറ്റും വേലി കെട്ടിയിട്ട് 5 സെന്റ്, സെന്റ് എന്ന് പറഞ്ഞാൽ നാണയം എന്നാണ്, അവിടുത്തെ ഒരു നാണയമാണ്, 5 സെന്റ് പണമൊക്കെ ഈടാക്കാനുള്ള പരിപാടി തുടങ്ങി. അങ്ങനെ ഇവർക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടണം. മാലാഖനെ കാണാൻ ആൾക്കാർ വരുന്നു, ഇവർ ടിക്കറ്റ് വെച്ച് പിരിവൊക്കെ നടത്താൻ തുടങ്ങി അല്ലേ. അങ്ങനെ എന്ത് സംഭവിക്കാണ്, പതുക്കെ ഇവർ വലിയ പൈസക്കാരായിട്ട് മാറുകയാണ് നമ്മുടെ കഥയിൽ. ഇനിയാണ് മക്കളെ നമ്മുടെ കഥയിൽ മറ്റൊരു പ്രധാനപ്പെട്ട ട്വിസ്റ്റ് വരാൻ പോണത്. ആ ട്വിസ്റ്റിലേക്ക് കിടക്കുന്നത് നമുക്ക് ചാപ്റ്റർ വായിച്ചുകൊണ്ടാണ്. ദ ലൈറ്റ് വാസ് വീക്ക്. വീക്ക് എന്ന് പറഞ്ഞാൽ ദുർബലം എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ എന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ തീരെ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ്, അതായത് വളരെ കുറച്ച് എന്നൊക്കെ അർത്ഥത്തിൽ കേട്ടോ. അപ്പൊ വെളിച്ചം വളരെ കുറവായിരുന്നു എന്നാ പറഞ്ഞത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല മഴമേഘങ്ങൾ കാർമേഘങ്ങളൊക്കെ വന്നു, വെളിച്ചം വളരെ കുറവായിരുന്നു. ഈവൺ അറ്റ് നൂൺ, ഉച്ചക്ക് പോലും. ഈവൺ എന്ന് പറഞ്ഞാൽ എന്നിരുന്നാൽ പോലും അല്ലെങ്കിൽ പോലും എന്നർത്ഥമാണ് അല്ലെ. അപ്പോൾ ഉച്ച സമയം, നൂൺ എന്ന് പറഞ്ഞാൽ ഉച്ചല്ലേ, ഉച്ച സമയമായിരുന്നിട്ടും തീരെ വെളിച്ചമില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. വെൻ പെലായോ വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ്. അപ്പൊ പെലായോ എന്ത് ചെയ്യാണ്, അയാൾ വീട്ടിലേക്ക് തിരിച്ചു വരിക എന്നാ പറഞ്ഞത്. തിരിച്ചു വരുന്ന സമയമാണ്. എവിടുന്നാ തിരിച്ചു വരുന്നതെന്ന് ഞാൻ നേരത്തെ നിങ്ങൾക്ക് സൂചിപ്പിച്ചിരുന്നു, അത് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഇല്ല. അതായത് ഞണ്ടുകളെ, വീട്ടിനകത്തുള്ള ഞണ്ടുകളൊക്കെ പിടിച്ചിട്ട് ആ കടലിൽ കൊണ്ടുപോയിട്ടിട്ട് അയാൾ തിരിച്ചു വരികയാണ് അല്ലെ. അപ്പൊ ആ സമയത്ത് ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം, അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഹാർഡ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്, ഹാർഡ് വർക്ക് എന്നൊക്കെ കേട്ടില്ലേ. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്തില്, ടു സീ വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോണിങ് ഇൻ ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്. അപ്പൊ അയാളുടെ കോർട്ട്യാർഡിന്റെ, കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ മുറ്റം എന്നാണ് അർത്ഥം. മുറ്റത്തിന്റെ റിയറിൽ, റിയർ എന്ന് പറഞ്ഞാൽ പിറക്, അതായത് ബാക്ക് സൈഡ്. അപ്പൊ മുറ്റത്തിന്റെ ബാക്ക് എന്ന് പറഞ്ഞാൽ ബാക്ക് യാർഡ്, ബാക്ക് യാർഡ് എന്ന് സിംഗിൾ ആയിട്ട് പറയാം അല്ലെ. അതായത് പിറകു വശം, മുറ്റത്തിന്റെ പിറകു വശത്തായിട്ട് സംതിങ് മൂവിങ് ആൻഡ് ഗ്രോണിങ് എന്നാ പറഞ്ഞത്. എന്തോ മൂവ് ചെയ്യുന്നതായിട്ട്, അനങ്ങുന്നതായിട്ടും, അതേപോലെ തന്നെ ഗ്രോണിങ്, ഗ്രോണിങ് ചെയ്യണം മുരളുക അല്ലെങ്കിൽ ഞരങ്ങുക എന്നൊക്കെ പറയും. അപ്പൊ എന്തോ ഒരു സാധനം തന്റെ വീടിന്റെ പുറകിലായിട്ട് ഇങ്ങനെ അനങ്ങുകയും അതേപോലെ തന്നെ ഞരങ്ങൊക്കെ ചെയ്യുന്നതായിട്ട് ഇയാൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാണ്. ഇയാൾക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അതെന്താന്ന് ക്ലിയർ ആയിട്ട് ഇയാൾക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ഇറ്റ് ഈസ് ടു ഡാർക്ക് ഔട്ട് സൈഡ് അല്ലെ, അവിടെ ഭയങ്കര ഇരുടായിരുന്നു. അതുകൊണ്ട് ഇയാൾ എന്താ ചെയ്തത് മക്കളെ, he had to go very close. അയാൾക്ക് to go very close, വളരെ അടുത്തേക്ക്, ഈ ഒരു സാധനത്തിന്റെ വളരെ അടുത്തേക്ക് പോകേണ്ടി വന്നു. ഹാഡ് ടു എന്ന് പറഞ്ഞാൽ അയാൾ നിർബന്ധിതനായി അല്ലെ. അയാൾക്ക് ഈ മസ്റ്റ് എന്നൊക്കെ ഉള്ള അർത്ഥമാണ് ഹാഡ് ടു കേട്ടോ. അയാൾക്ക് അടുത്തേക്ക് പോകേണ്ടി വന്നു. ടു സീ ദാറ്റ് ഇറ്റ് വാസ് എൻ ഓൾഡ് മാൻ, അതൊരു ഓൾഡ് മാൻ ആണെന്ന് തിരിച്ചറിയാതെ അല്ലെ. അപ്പൊ കുറച്ച് അടുത്തേക്ക് പോയപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് അതൊരു വൃദ്ധനായ മനുഷ്യനാണ്. അതും എങ്ങനെയുള്ള എ വെരി ഓൾഡ് മാൻ, വളരെ വൃദ്ധനായ, വെറും വൃദ്ധനല്ല, പടുവൃദ്ധൻ അല്ലേ, നല്ല പടുവൃദ്ധനായ ഒരാളാണ് അതെന്ന് മനസ്സിലായി. ദ മാൻ വാസ് ലൈയിങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. അപ്പൊ ആ മനുഷ്യൻ മഡില്, മഡ് എന്ന് പറഞ്ഞാൽ ചെളിയാണ് അല്ലെ, ചെളിയിൽ ഇങ്ങനെ ലൈയിങ്, ലൈ എന്ന് പറഞ്ഞാൽ കിടക്കുകയാണ്, ചെളിയിൽ കിടക്കുകയാണ്. എങ്ങനെ കിടക്കുന്നത്, ഫേസ് ഡൗൺ എന്നാ പറഞ്ഞത്. ഫേസ് ഡൗൺ എന്ന് പറഞ്ഞാൽ മുഖം താഴ്ത്തിയിട്ട്, മുഖം ഓർത്തിട്ട്. ഞാൻ ആ പിക്ചർ ഒന്ന് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ദാ ഇവിടെ കണ്ടില്ലേ, ഇതാണ് സംഭവം. ഈ മനുഷ്യൻ ഇങ്ങനെ മുഖം അമർത്തിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ, മുഖം ഇങ്ങനെ അമർത്തിയിട്ട് കിടക്കുകയാണ്. ഇതാണ് നമ്മുടെ പെലയെ കാണുന്ന ആ ദൃശ്യം. നമുക്ക് ബാക്കി വായിക്കാം. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രമൻഡസ് എഫേർട്സ്, അതായത് അദ്ദേഹത്തിന്റെ ട്രമൻഡസ് എഫേർട്ട്. ട്രമൻഡസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പാഠത്തിന്റെ പേര് വായിച്ചില്ലേ, ഇനോമസ് എന്ന്, വെരി ബിഗ് എന്ന് ഞാൻ ഉത്തരം പറഞ്ഞില്ല. അതായത് വളരെ വലിയ എന്നാണ് ഇനോമസ് എന്ന വാക്കിന്റെ അർത്ഥം. അതേ മീനിങ് തന്നെയാണ് ട്രമൻഡസ് എന്ന വാക്കിന്റെ അർത്ഥം, വെരി ബിഗ്, വളരെ വലിയ. എഫർട്ട് എന്ന് പറഞ്ഞാൽ ശ്രമങ്ങൾ അല്ലെങ്കിൽ ഉദ്യമങ്ങൾ എന്ന് പറയും, ഇവിടെ ശ്രമങ്ങൾ എന്നാണ് അർത്ഥം. അപ്പൊ ട്രമൻഡസ് എഫേർട്സ് എന്ന് പറഞ്ഞാൽ വലിയ ശ്രമം, അതായത് കഠിനമായ പരിശ്രമം എന്നൊക്കെ പറയാം അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ കഠിനമായ പരിശ്രമം ഉണ്ടായിരുന്നിട്ടും, ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്നിട്ടും എന്നാണ് അർത്ഥം. അപ്പോ ഇങ്ങനെ കഠിനമായി ശ്രമിച്ചിട്ടും എന്താണ്, ദ മാൻ കുഡിൻ ഗെറ്റപ്പ്, ആ മനുഷ്യന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. ഏത് മനുഷ്യന്, ആ കിടക്കുന്ന വയസ്സനായ മനുഷ്യന് എന്ത് ചെയ്യാൻ കഴിയില്ല. അപ്പൊ എത്ര ശ്രമിച്ചിട്ടും അയാൾക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം എന്താണ് മക്കളെ, ഇംപീഡഡ് ബൈ ഹിസ് ഇനോമസ് വിങ്സ്. ഇംപീഡഡ് എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുക, ഹിൻഡഡ് അല്ലെ, അതായത് അല്ലെങ്കിൽ ഒബ്സ്റ്റാക്കിൾഡ് എന്നൊക്കെ പറയും. അയാളുടെ ഇനോമസ് വിങ്സ്, ആ വലിയ ചിറകുകൾ ഉണ്ടല്ലോ, ആ ചിറകുകളായിരുന്നു അയാൾക്ക് എഴുന്നേൽക്കാൻ തടസ്സമായി മാറിയത്. കാരണം ആ ചിറകുകൾ നന്നായിട്ട് ചെളിയിൽ പൂണ്ട് കിടക്കുകയായിരുന്നു. ഹാഫ് പ്ലക്കഡ് എന്നൊക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട്. അതായത് പാതിയൊക്കെ ഒടിഞ്ഞു കിടക്കുന്ന, ഒടിഞ്ഞു തൂങ്ങി കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ ചെളിയിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എന്താ മക്കളെ സംഭവിക്കുന്നത്, ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ്. ഈ ഒരു കാഴ്ച, സൈറ്റ് എന്ന് പറഞ്ഞാൽ കാഴ്ച അല്ലെ, ഈ ഒരു കാഴ്ച കണ്ടിട്ട് ഫ്രൈറ്റൻഡ്, ഫ്രൈറ്റൻഡ് എന്ന് പറഞ്ഞാൽ പേടിക്കുക അല്ലെ. ആര് പേടിച്ചു, നമ്മുടെ പെലായോ പേടിച്ചു അല്ലെ. പേടിച്ചപ്പോ പെലായോ റാൻ ടു ഗെറ്റ് എലിസെന്റ, എലിസെന്റയെ വിളിക്കാനായിട്ട് അയാൾ ഓടി, വീടിനകത്തേക്ക് ഓടി അല്ലെ. എലിസെന്റ ആരാ, ഹിസ് വൈഫ്, അയാളുടെ ഭാര്യയാണ്. ഭാര്യയെ വിളിക്കാനായിട്ട് ഓടി. ഷീ വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. ഇവിടെ നമുക്ക് മനസ്സിലാകും അവർക്കൊരു കുട്ടിയുണ്ട്, ആ കുട്ടി സിക്ക് ആണ് അല്ലെ, രോഗിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ആ ക്രാബുകൾ വന്നതുകൊണ്ടാണ്, ഞണ്ടുകൾ വന്നുകൊണ്ടാണ് രോഗിയായതെന്നാണ് ഇവരുടെ വിശ്വാസം. എന്തായാലും ആ കുട്ടി ഒരു അസുഖം ബാധിച്ച് കിടക്കുകയാണ്. ആ കുട്ടിക്ക് കംപ്രസസ്, കംപ്രസസ് എന്ന് പറഞ്ഞാൽ എ കൈൻഡ് ഓഫ് തിക്ക് ക്ലോത്ത്, നല്ല കട്ടിയുള്ള ഒരു പുതപ്പ് അല്ലെങ്കിൽ ഒരു വസ്ത്രമാണ് കംപ്രസസ്. ഈ അസുഖം ബാധിച്ച ആളുകൾക്കൊക്കെ വേദന കുറയാൻ വേണ്ടിയിട്ട് ധരിപ്പിക്കുന്ന ഒരു പ്രത്യേകതരം പ്രസ് ചെയ്ത് വെക്കുന്ന ഒരു പുതപ്പാണ് അല്ലെങ്കിൽ ഒരു തുണിയാണ് കംപ്രസസ്. ആ കംപ്രസസ് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള തുണി തന്റെ മകന്റെ ശരീരത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ആര്, ഈ നമ്മുടെ എലിസെന്റ്, അതായത് ഭാര്യ. ആ സമയത്താണ് ഭർത്താവ് വന്നിട്ട് എടീ വേം വാടി, പുറത്ത് എന്തോ ഒരു ഭീകരജീവി വന്നിട്ട് എന്നൊക്കെ വന്നിട്ട് പറയുന്നത്.
ഹി ടുക്ക് ഹെർ ടു ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്. അപ്പൊ റിയർ ഓഫ് ദ കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ ബാക്ക് യാർഡ്, പിറകു വശം അല്ലെ. അപ്പൊ ഉടനെ തന്നെ അയാൾ എന്ത് ചെയ്തു, അവളെ അതായത് എലിസന്റയെ നേരെ ബാക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദ ഫാളൻ ബോഡി. ആ ഫാളൻ എന്ന് പറഞ്ഞാൽ, ഫാൾ എന്ന് പറഞ്ഞാൽ വീഴുക എന്നല്ലേ, ഫാളൻ ബോഡി എന്നാൽ വീണ് കിടക്കുന്ന ശരീരം, അതായത് മേലെന്ന് എവിടുന്നോ പറന്നു വരുമ്പോൾ വീണതാണെന്ന് മനസ്സിലായല്ലോ, ചളകക്കുള്ള ആളല്ലേ. അപ്പൊ ആ വീണ് കിടക്കുന്ന ശരീരത്തിലേക്ക് രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ. റാഗ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ്, കീറത്തുണി, അതേപോലെ തന്നെ മാലിന്യം എന്നൊക്കെയാണ് അർത്ഥം, അല്ലെങ്കിൽ നമ്മുടെ ഈ പഴയ സാധനങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ റാഗ് പിക്കർ, പിക്കർ എന്ന് പറഞ്ഞാൽ എടുക്കുന്ന ആളല്ലേ. അപ്പൊ റാഗ് പിക്കർ എന്ന് പറഞ്ഞാൽ മാലിന്യം പെറുക്കുന്നവൻ, അല്ലെങ്കിൽ വേസ്റ്റ് എടുക്കുന്നവൻ, അതിലെ പഴയ സാധനങ്ങൾ എടുത്തിട്ട് വിൽക്കുന്നവൻ, ഇങ്ങനെയൊക്കെയാണ് അർത്ഥം. നമ്മുടെ ഈ ആക്രിക്കാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾക്ക് റാഗ് പിക്കർ എന്നാ പറയാം. അപ്പൊ ഇയാളുടെ ഡ്രസ്സ് കണ്ടിട്ട് ഇയാൾ ഒരു റാഗ് പിക്കറെ പോലെ തോന്നിയിരുന്നു. ഒരു പഴഞ്ചൻ കീറി പറഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് ഇയാൾ നിൽക്കുന്നത്, ഇല്ലെങ്കിൽ കിടക്കുന്നത്. അപ്പൊ ഇയാളെ കണ്ടിട്ട് ഒരു റാഗ് പിക്കറെ പോലെ, ഒരു വേസ്റ്റ് ഒക്കെ എടുക്കുന്ന ഒരാളെ പോലെയാണ് തോന്നുന്നത്. Then there were only a few faded hairs left on his bald skull. സ്കള്ള് എന്ന് പറഞ്ഞാൽ തലയോട്ടിയാണ്, ബാൾഡ് എന്ന് പറഞ്ഞാൽ കഷണ്ടിയുള്ള തലയോട്ടി എന്ന് പറഞ്ഞാൽ കഷണ്ടി തല അല്ലെ. ബാൾഡ് സ്കൾ എന്ന് പറഞ്ഞാൽ ബാൾഡ് ഹെഡ് എന്ന് ഓർത്താൽ മതി. അപ്പൊ അയാളുടേത് കഷണ്ടി തലയാണ്. ആ കഷണ്ടി തലയിൽ ആകെപ്പാടെ കുറച്ച് ഫെയ്ഡഡ് ഹെയർസ്. ഫെയ്ഡഡ് എന്ന് ഉദ്ദേശിച്ച് മങ്ങിയ എന്നാണ്, ഹെയർസ് എന്ന് പറഞ്ഞാൽ മുടി എന്നല്ലേ, മങ്ങിയ മുടി എന്ന് ഉദ്ദേശിച്ച് നരച്ച മുടി എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അയാളുടെ തലയിൽ അല്ലെങ്കിലേ മുടിയില്ല, ബാൾഡാണ്, കഷണ്ടിയാണ്, അതിൽ വളരെ കുറച്ച് അവിടെ ഇവിടേക്ക് ആയിട്ട് കുറച്ച് നരച്ച മുടികൾ കാണുന്നുണ്ട്. ഇതെന്താ, ആൻഡ് വെരി ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത്. വായിക്കകത്താണ് വളരെ കുറച്ച് പല്ലുകളേ ഉള്ളൂ. അപ്പൊ അത്രയും പ്രായമായ ഒരാളാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ, അയാളുടെ വളരെ ദയേറിയ അല്ലെങ്കിൽ അത്രയും എന്താണ് അനുകമ്പയോട് കൂടിയിട്ടുള്ള ഒരു പരിതാപകരമായ എന്നൊക്കെ പറയും. പിറ്റിഫുൾ എന്ന് പറഞ്ഞാൽ പരിതാപകരമായ എന്ന് ഓർത്താൽ മതി. അപ്പൊ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് അയാൾ നിൽക്കുന്നത്. ആ അവസ്ഥ കാണുമ്പോൾ സീംഡ് ദാറ്റ് ഓഫ് എ ഡ്രഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അതായത് ആ ഒരു അവസ്ഥയിൽ, ആ പരിതാപകരമായ അവസ്ഥ കാണുമ്പോൾ ഇയാൾ ഒരു ഡ്രഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ സോക്ക്ഡ്, വെറ്റ് എന്നൊക്കെ പറയും. ആകെ പടം നനഞ്ഞു കുളിച്ച, മഴയത്ത് നനഞ്ഞു കുളിച്ചിട്ട് അവനെ വീണിട്ടുണ്ടാവുക. അപ്പൊ ഒരു നനഞ്ഞു കുളിച്ച ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ഒരു മുതുമുത്തശ്ശനെ പോലെയാണ് അയാളിപ്പോ കാണുന്നത്. നനഞ്ഞു കുളിച്ചിട്ട് ഒരു മുതുമുത്തശ്ശൻ ഇങ്ങനെ കൂനിക്കൂടി കിടന്നങ്ങനെ ഉണ്ടാവും. അതുപോലെയാണ് ഇപ്പൊ അയാൾ ഫീൽ ചെയ്യുന്നത്. ദിസ് ടുക്ക് അവേ, ഇത് മാറ്റിക്കളയുന്നുണ്ട് അല്ലെങ്കിൽ നീക്കം ചെയ്തിട്ടുണ്ട്. എന്തിനെ? എനി സെൻസ് ഓഫ് ഗ്രാൻഡ് he might have had. അതായത് നമുക്കറിയാം, ചില ആളുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഗ്രാൻഡിയർ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു പ്രൗഢ ഗംഭീരമായിട്ടുള്ള ലുക്ക് ഉണ്ടാവും അല്ലേ. ഇപ്പൊ നമ്മുടെ മമ്മൂക്കനെയും ലാലേട്ടനൊക്കെ കാണുന്ന സമയത്ത് അവരെ കാണുമ്പോൾ തന്നെ നല്ലൊരു തലയെടുപ്പ് നമുക്ക് ഉണ്ടാവും അല്ലേ. നമ്മുടെ റോക്കി ബൈൻഡൊക്കെ മാറി എന്തെങ്കിലും ആയിക്കോട്ടെ, എന്നാലും ചില ആളുകളെ കാണുമ്പോൾ ഭയങ്കര ഒരു പേഴ്സണാലിറ്റി തോന്നും. അത്തരത്തിലുള്ള പേഴ്സണാലിറ്റിക്ക് നമ്മൾ ഗ്രാൻഡിയർ എന്ന് പറയാം. ഒരു ഉന്നത ഭാവം അല്ലെങ്കിൽ ഗാംഭീര്യം എന്നൊക്കെ പറയും, ഒരു പൗരുഷം എന്നൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്രാൻഡിയർ ഇയാൾക്കുണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും ഇപ്പൊ അയാൾക്ക് ഇല്ല എന്നാ പറഞ്ഞത്. കാരണം എന്താ, ഇപ്പൊ എത്ര വലിയ ഗാംഭീര്യമുള്ള ആളാണെങ്കിലും അവശ നിലയിലായാലും ഒരു അസുഖം വന്നാൽ അവരുടെ ഗാംഭീര്യമൊക്കെ പോലെ, ആ മുഖത്തെ ചുറുചുറുക്കൊക്കെ പോലെ. അപ്പൊ ഇയാളുടെ അത്തരത്തിലുള്ള ആ ഗാംഭീര്യം ഒക്കെ ഇപ്പൊ പോയിട്ടുണ്ടെന്നാ പറഞ്ഞത്. അതായത് ദിസ് ടുക്ക് അവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡിയർ. അയാളുടെ ശരീരത്തിലെ മുഖത്തുണ്ടായിരുന്ന എല്ലാ ഗാംഭീര്യവും അയാളുടെ ഈ പരിതാപകരമായ അവസ്ഥയോട് കൂടിയിട്ട് ഇല്ലാതായിട്ടുണ്ട്. അപ്പൊ അത്രയും ശോഷിച്ച ഒരവസ്ഥയിലാണ് ആ വൃദ്ധനോടെ കിടക്കുന്നത്. ദെൻ ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ്. ബസാർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബേർഡ്, ഒരു പ്രേ, ഇരപിടിയൻ പക്ഷി എന്ന് പറയും, പ്രാപ്പിടിയൻ പക്ഷി. ഈ ഗരുഡനെ പോലുള്ള വലിയ പരുന്തുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആ കഴുകന്മാരെ അല്ലെങ്കിൽ ഈ പ്രാപ്പിടിയൻ പക്ഷികൾക്കൊക്കെ നമ്മൾ ബസാർഡ് എന്ന് പറയാം. അപ്പൊ ഒരു ബസാർഡിനെ പോലെ വലിയ വിങ്സ് ആണ് ഇയാൾക്കുള്ളത്. ആ വിങ്സിന് ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇറ്റ് വാസ് ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്ഡ് എന്നാ പറഞ്ഞത്. അതായത് അതൊക്കെ ചെളിയിൽ കുതിർന്ന ആകെ വൃത്തികെട്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഹാഫ് പ്ലക്ഡ്, പാതി ഒടിഞ്ഞ അവസ്ഥയിലാണ്. പ്ലക്ക് പറഞ്ഞാൽ പറക്കാന്നാണ്. ഇവിടെ പകുതി പറിച്ചാന്ന് ഉദ്ദേശിച്ചത്, പകുതി ഒടിഞ്ഞ അവസ്ഥയിലാണ്. വേർ എൻറ്റാങ്കിൾഡ് ഇൻ ദ മഡ്. അതെല്ലാം കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഈ മഡിൽ, ചെളിയിലാകെ കൂടി കുഴഞ്ഞു കിടക്കുകയാണ്. എൻറ്റാങ്കിൾഡ് പറഞ്ഞാൽ ചുറ്റി കിടക്കുക, കെട്ടി കുടുങ്ങി കിടക്കുക എന്നൊക്കെ പറയും. അപ്പോൾ ഇയാളുടെ ചിറകൊന്നായിട്ട് ഒടിഞ്ഞു കുത്തി ചെളിയൊക്കെ ആയിട്ട് ആ ചെളിയിലൊന്നായിട്ട് പൂണ്ട് കെട്ടി കുടുങ്ങി കിടക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് ഈ മനുഷ്യനെ എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല. എന്താ അവിടെ സംഭവിക്കണം എന്നറിയോ? ദേ ലുക്ക്ഡ് അറ്റ് ഹിം സോ ലോങ്. കുറെ സമയം ഇവർ അയാളെ തന്നെ ഇങ്ങനെ നിരീക്ഷിച്ചു. ഇയാളെങ്ങനെ എഴുന്നേൽക്കോ, ഇവരെ ഉപദ്രവിക്കോ, എന്താ ഇയാളുടെ പരിപാടി എന്നൊക്കെ ഇവർ കുറെ നേരം ആ മനുഷ്യനെ ഇങ്ങനെ നിരീക്ഷിച്ചു, നമ്മുടെ ഭാര്യയും ഭർത്താവും. എന്താണ്? ആൻഡ് സോ ക്ലോസ്ലി. എന്നിട്ട് എന്ത് ചെയ്തു? അവർ വളരെ അടുത്ത് നിന്നിട്ടാണ് ഇങ്ങനെ നിരീക്ഷിക്കുന്നത്. പെലായോ ആൻഡ് എലിസെന്റ വെരി സൂൺ ഓവർകെയിം ദെയർ സർപ്രൈസ്. അപ്പൊ കുറെ നേരം നോക്കിയ ശേഷവും അവർക്ക് ആ സർപ്രൈസ് ഒക്കെ പോയി. ആദ്യത്തെ ആ ഞെട്ടൽ എന്നൊക്കെ അവർ മാറി. ഓക്കെ, ഇപ്പൊ അവർക്ക് എന്താ സംഭവിക്കുന്നത്? ഇൻ ദ എൻഡ്, അവസാനം ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ. അവർക്ക് അവനെ ഒരു പരിചയമുള്ള ഭാവത്തിലേക്ക് മാറി. ഓക്കെ, അതായത് ഈ ചങ്ങായി വലിയ ഉപദ്രവകാരിയൊന്നല്ല, ഇവരെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, പാവാണ് എന്നുള്ളൊരു തോന്നൽ ഇവരെത്തി. ഫെമിലിയർ എന്ന് പറഞ്ഞാൽ പരിചിതത്വം കേട്ടോ, ഒരു പരിചയമുള്ള ഭാവത്തിലെത്തി.
ദെൻ ദേ ഡയർഡ് സ്പീക്ക് ടു ഹിം. അങ്ങനെ അവർക്ക് ഡയർഡ് എന്ന് പറഞ്ഞാൽ ധൈര്യമായി. ഓക്കെ, ഇവരെന്തിനു ധൈര്യപ്പെട്ടു? ടു സ്പീക്ക് വിത്ത് ഹിം, അല്ലെ, ആ ചങ്ങായിനോട് സംസാരിക്കാനുള്ള ഒരു ധൈര്യം വരെ ഇവർക്ക് എത്തി. ദെൻ ഹി ആൻസേർഡ് ഇൻ ആൻ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഡയലക്ട് പറഞ്ഞാൽ ലാംഗ്വേജ്, ഇൻകോംപ്രിഹെൻസിബിൾ എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ്, അല്ലെ, മനസ്സിലാക്കാൻ കഴിയാത്ത. അപ്പൊ പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വേറെ ഏതോ ഒരു ഭാഷയിലാണ് ഈ ചങ്ങായി മറുപടി പറഞ്ഞത്. വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്. അപ്പൊ ഇയാളുടെ ശബ്ദത്തിന് ഭയങ്കര സ്ട്രോങ്, ഭയങ്കര കരുത്തുണ്ടായിരുന്നു, ബോൾഡ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു സെയിലറുടെ ശബ്ദം പോലെ. സെയിലർ എന്ന് പറഞ്ഞാൽ വൺ ഹു ട്രാവൽ ഓൺ ഷിപ്സ്, അല്ലെ, അതായത് കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കാണ് നമ്മൾ സെയിലർ എന്നൊക്കെ പറയാം, അല്ലെ. അപ്പൊ ഒരു നാവികൻ, അല്ലെ, ഒരു നാവികന്റേതായിട്ടുള്ള കരുത്തുറ്റ ഒരു ശബ്ദം ഇവനുണ്ടായിരുന്നു, നല്ല പൗരുഷമുള്ള ശബ്ദം ഉണ്ടായിരുന്നു. അപ്പൊ ആ ശബ്ദത്തിൽ നിന്ന് ഈ മണ്ടന്മാർ വിചാരിച്ചത് ഇവനൊരു നാവികനായിരിക്കും എന്ന്, അല്ലെ. അപ്പൊ ഇനി അടുത്ത പാരഗ്രാഫുകൾ അതിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ദേ കൺക്ലൂഡഡ് ദാറ്റ്, അതായത് ദേ എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ നമ്മുടെ എലിസന്റെയും അതേപോലെ തന്നെ പെലായും, ഇവർ രണ്ടുപേരും കൺക്ലൂഡ് ചെയ്യാൻ അവസാനിപ്പിക്കാൻ, ഇവിടെ ഉദ്ദേശിച്ചത് നിഗമനത്തിലെത്തി എന്നാണ്. അപ്പൊ അങ്ങനെ അവർ കുറെ നേരം നിരീക്ഷിച്ചിട്ട് അവരൊരു നിഗമനത്തിലെത്തി. എന്താണ് നിഗമനം? ഹി വാസ് ലോൺലി കാസ്റ്റവേ. ഈ ചങ്ങായി ഒരു ലോൺലി എന്ന് പറഞ്ഞാൽ ഏകാന്തനായ, ഒറ്റക്കുള്ള ഒരു കാസ്റ്റവേ ആണെന്ന്. കാസ്റ്റവേ എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹു, അല്ലെങ്കിൽ വൺ ഹു എസ്കേപ്പ് ഫ്രം ദ ഷിപ്രക്ക്. ഷിപ്രക്ക് എന്ന് പറഞ്ഞാൽ കപ്പൽ ഛേദം, കപ്പൽ നാശം, അല്ലെ. അപ്പൊ ഒരു കപ്പൽ കടലിൽ വെച്ചിട്ട് തകർന്ന ഒരു കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ് ഈ ചങ്ങായി എന്ന്, ഈ വയസ്സൻ എന്ന് ഇവര് വിചാരിക്കുകയാണ്. എന്തൊക്കെ തമാശകളാ, അല്ലെ. സോ കാസ്റ്റവേ എന്ന് പറഞ്ഞാൽ കപ്പലിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട്, കപ്പലപകടം എന്നൊക്കെ രക്ഷപ്പെട്ട് വരുന്ന ആളുകൾ കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു ഏകാന്തനായി ഒറ്റക്കുള്ള ഒരു കാസ്റ്റവേ ആണ് ഈ ചങ്ങായി എന്ന് വിചാരിക്കുകയാണ്. ഫ്രം സം ഫോറിൻ ഷിപ്പ്, അതായത് ഏതോ ഒരു വിദേശ കപ്പലിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ചിറകുണ്ടാവും, അല്ലേ, എന്നൊക്കെ. എന്തായാലും വേണ്ടിയില്ല, ഒരു വിദേശ കപ്പലിൽ രക്ഷപ്പെട്ടു വരുന്ന ഒരു നാവികനായിരിക്കും ഇയാള്. ദെൻ റക്കഡ് ബൈ ദ സ്റ്റോം. ആ കപ്പൽ എങ്ങനെയാ റക്ക് ചെയ്തിട്ട്? റക്ക് എന്ന് പറഞ്ഞാൽ നശിക്കുക, അല്ലെ. തകർന്നത് എങ്ങനെയായിരിക്കും? ബൈ ദ സ്റ്റോം, കൊടുങ്കാറ്റിൽ. അപ്പോ ഒരു കൊടുങ്കാറ്റിൽ തകർക്കപ്പെട്ട ഒരു വിദേശ കപ്പലിൽ നിന്ന് ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു വന്ന ഒരു എന്താണ് അഭയാർത്ഥി അല്ലെങ്കിൽ റെഫ്യൂജി ആയിരിക്കും ഇയാളെന്ന് ആര് കരുതുകയാണ്? ഇവന്മാർ രണ്ടുപേരും കൂടി അവിടെ വിശ്വസിക്കുകയാണ്. ദെൻ ദേ കോൾഡ് ഇൻ എ നെയ്ബർ വുമൺ ടു സീ ഹിം. പക്ഷെ ഇവർക്ക് അത്ര ഉറപ്പില്ല ഇതിങ്ങനെ തന്നെയാണോ, സെയിലർ തന്നെയാണോ എന്ന്. അപ്പൊ അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു? അടുത്തുള്ളൊരു നെയ്ബർ വുമനെ, അടുത്തുള്ളൊരു സ്ത്രീയെ വിളിച്ചു വരുത്തി. അതങ്ങനെയാണല്ലോ നമുക്ക് എന്താ സംശയം ഉണ്ട്, നമ്മൾ കുറച്ചുകൂടി മുതിർന്ന ആളുകളോട് ചോദിക്കും. മേ ബി അയലക്കത്തുള്ള ഏതെങ്കിലും വലിയൊരു വയസ്സത്തിനോടായിരിക്കും, കുറച്ച് പ്രായവും അനുഭവമൊക്കെ ഉള്ള ഒരാളോടായിരിക്കാം. ഓക്കെ, എന്തായാലും ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തി. ആ സ്ത്രീയാണ് വലിയ വൈന്താണ്. എന്താ ചെയ്യണത്? ഓൾ ഷീ നീഡഡ്. ആ സ്ത്രീയെ ഇവർക്ക് ആവശ്യം എന്തിനു വേണ്ടി മാത്രമാണ്? നീഡഡ് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളത്, അല്ലെ. ആവശ്യമുള്ളത് എന്തിനു മാത്രം? വൺ ലുക്ക്, ഒരു നോട്ടം നോക്കണം. ആരെ? ഇവിടെ ആ ഏഞ്ചലിനെ, അല്ലെങ്കിൽ ആ ഒരു മനുഷ്യനെ, അല്ലെ. ടു ഷോ ദം ദെയർ മിസ്റ്റേക്ക്, അതായത് ഇവരുടെ മിസ്റ്റേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇവരുടെ മിസ്റ്റേക്ക് എന്ന് ഉദ്ദേശം എന്താ വെച്ചാൽ ഇവർക്ക് തന്നെ വലിയ ഉറപ്പില്ല ആ മനുഷ്യൻ എന്താണെന്ന്, ഒരു സെയിലർ ആണ് എന്നുള്ള കാര്യത്തിൽ, ഒരു കാസ്റ്റവേ ആണ്, ഒരു കപ്പൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആളാണെന്ന് ഇവർക്ക് തന്നെ വലിയ ഉറപ്പില്ല. അപ്പൊ അത് ശരിയാണോ അല്ലേ എന്നൊന്ന് ഉറപ്പിക്കണം. അതിനാണ് ആ സ്ത്രീയെ വിളിച്ചു വരുത്തിയത്. അപ്പൊ ആ സ്ത്രീയുടെ മറുപടി എന്താ നോക്ക്? ഹീസ് എൻ ഏഞ്ചൽ. എന്നാൽ ഇത് നിങ്ങൾ വിചാരിച്ച ആളല്ല കേട്ടോ, ഇതൊരു ഏഞ്ചലാണ്, ഇതൊരു മാലാഖയാണ്. ഷീ ടോൾഡ് ദം. ആ പെണ്ണ് പറയാണ്, അയൽവാസിയായ സ്ത്രീ ഇവരോട് പറഞ്ഞു ഇതൊരു മാലാഖയാണ് കേട്ടോ. ദെൻ ഹി മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദ ചൈൽഡ്. തീർച്ചയായിട്ടും ഈ മാലാഖ വന്നിരിക്കുന്നത് എന്തിനായിരിക്കും? നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. ഏത് കുട്ടി? ആ അസുഖം ബാധിച്ച് കിടക്കുന്ന കുട്ടി ഉണ്ടല്ലോ, പെലായുടെ, ആ കുട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അവന്റെ രോഗം മാറ്റാനായിരിക്കും. ദെൻ ബട്ട് ദ പുവർ ഫെലോ, പക്ഷെ ആ പാവം ചെങ്ങായി ഉണ്ടല്ലോ, അതായത് ഈ വീണ് കിടക്കുന്ന പാവം വയസ്സൻ, അയാൾക്ക് എന്താ പറ്റിയത്? ഈ സോ ഓൾഡ്, അയാൾ ഭയങ്കര പ്രായമുള്ള ആളാണ്. അതുകൊണ്ട് എന്താണ്? ദ റെയിൻ നോക്ക്ഡ് ഹിം ഡൗൺ. നോക്ക്ഡ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ചിടുക എന്നൊക്കെ പറയും. അപ്പം ശക്തമായ മഴ കാരണം അയാൾ താഴെ വീണ് പോയതാണ്, അല്ലെങ്കിൽ മഴ അയാളെ ഇടിച്ചിട്ടതാണ്. അയാൾക്ക് പ്രായമായതുകൊണ്ട് പറക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നൊക്കെ പുതിയൊരു കഥ ആരുണ്ടാക്കി? ആ സ്ത്രീ ഉണ്ടാക്കി. അല്ലാത്ത ജാതി, അല്ലെ. ഓക്കെ, ഇനി എന്താ സംഭവിക്കണത് നമുക്ക് നോക്കാം. ഓൺ ദ ഫോളോയിങ് ഡേ, അല്ലെ, ഇവിടെ പറയുന്നുണ്ട് ഓൺ ദ ഫോളോയിങ് ഡേ, അടുത്ത ദിവസം. ഓക്കെ, ആ സംഭവം നടന്ന് അടുത്ത ദിവസം എന്ത് ചെയ്യണേ? എവ്രി വൺ ന്യൂ ദാറ്റ്. ആ ഭാഗത്തുള്ള എല്ലാവരും അറിഞ്ഞു. എന്താ അറിഞ്ഞത്? എ ഫ്ലഷ് ആൻഡ് ബ്ലഡ്. ഫ്ലഷ് എന്ന് പറഞ്ഞാൽ മാംസം എന്നാണ് അർത്ഥം. അപ്പൊ മാംസവും ബ്ലഡ്, രക്തവുമുള്ള ഒരു ഏഞ്ചൽ, ഒരു മാലാഖ. മാംസവും രക്തവുമുള്ള മാലാഖ എന്ന് പറഞ്ഞാൽ ജീവനുള്ള ഒരു മാലാഖ, അല്ലെ. ജീവനുള്ള ഒരു മാലാഖ വാസ് ഹെൽഡ് ക്യാപ്റ്റീവ്. ക്യാപ്റ്റീവ് ആയിട്ട് പിടിച്ചിട്ടുണ്ട്. ഹെൽഡ് പറഞ്ഞാൽ പിടിക്കുക, ക്യാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ തടവുകാരൻ. ഓക്കെ,
ഓക്കെ, അപ്പൊ തടവുകാരനായിട്ട് ഒരു മാലാഖയെ പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മാലാഖയെ തടവിലാക്കിയിട്ടുണ്ട്. ആര്? പലായോ അല്ലെ, ഇൻ പലായോസ് ഹൗസ്, പലായുടെ വീട്ടിലൊരു മാലാഖിയെ, നല്ലൊരു ജീവനുള്ള മാലാഖിയെ തടവിലാക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്ത എല്ലാവരും അറിഞ്ഞു. അപ്പൊ എന്താ സംഭവിക്കണേ? പെലായോ വാച്ച്ഡ് ഓവർ ഹിം ഓൾ ആഫ്റ്റർനൂൺ ഫ്രം ദ കിച്ചൺ. നമ്മുടെ പെലായോ ആണെങ്കിൽ വൈകുന്നേരം വരെ, അതായത് ഉച്ച തിരിഞ്ഞിട്ടുള്ള ആ സമയം വരെ കിച്ചണിൽ ഇരുന്നും കണ്ട് ഈ മാലാഖയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഈ മാലാഖ ഇഞ്ഞെങ്ങാനും പറന്നു പോയാലോ, ചെളി തന്നെ കിടക്കുകയാണ് കേട്ടോ, അതിനെ പിടിച്ചിട്ടൊന്നുമില്ല, അതെങ്ങാനും ഓടിപ്പോയാലോ പറന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഇയാൾ കിച്ചണിൽ നിന്ന് ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ വേറെ ഓട്ടും പോവാതെ ഈ മാലാഖയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അതും നമ്മുടെ പെലായെ വെറുതെ നോക്കിക്കല്ല, എങ്ങനെയാ? ആംഡ് വിത്ത്, അയാളുടെ കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ട്, ആയുധങ്ങളുമായിട്ടാണ് അയാൾ നിൽക്കുന്നത്. എന്താ അയാളുടെ കയ്യിലുള്ള ആയുധം? ബെയിലിഫ് ക്ലബ്ബ്. ബെയിലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ജയിലർ എന്നൊക്കെ പറയില്ല, ഈ തടവുകാരെ നോക്കുന്ന, അവരെ നിലക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഓഫീസർമാർക്കാണ് നമ്മൾ ബെയിലിഫ് എന്ന് പറയാം. അപ്പൊ ഇയാളൊരു ബെയിലിഫിനെ പോലെയാണ്. ഒരു ഈ തടവുകാരനായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാലാഖയാണ്, ആ വയസ്സനെയാണ്. അപ്പൊ ആ വയസ്സൻ എങ്ങോട്ട് ഓടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ജയിലർ അല്ലെങ്കിൽ ഒരു പാറാവുകാരനെ പോലെയാണ് ഇപ്പൊ നമ്മുടെ പെലായ ഉള്ളത്. അപ്പൊ ആ പാറാവുകാരന്റെ കയ്യിൽ ഒരു വടിയൊക്കെ ഉണ്ടാവും അല്ലെ, ഒരു ക്ലബ്ബുകൾ കണ്ട് ഈ ജയിലർമാരുടെ കയ്യിലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലാത്തി പോലത്തെ വടിയൊക്കെ ഉണ്ടാവും. അതിനാണ് നമ്മൾ ക്ലബ്ബ് എന്ന് പറയാം. ഓക്കെ, ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ലാത്തി അല്ലെങ്കിൽ വടി എന്നൊക്കെ പറയും. അപ്പൊ ആ വടിയൊക്കെ പിടിച്ചുകാണ്ട് ഒരു ബെയിലിഫിനെ പോലെ, ഒരു പാറാവുകാരനെ പോലെ നമ്മുടെ പെലായ ഇങ്ങനെ അടക്കളയിൽ ഇങ്ങനെ ഉലാത്താണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ മാലാഖ ഇങ്ങനെ ഓടിപ്പോവോ അല്ലെങ്കിൽ തന്നെ ഉപദ്രവിക്കാൻ വേണ്ടി വരുമോ എന്നൊക്കെ ശ്രദ്ധിക്കാണ്, കാരണം അകത്ത് കുട്ടിയൊക്കെ ഉള്ളതല്ലേ. ദെൻ ബിഫോർ ഗോയിങ് ടു ബെഡ്, എന്നാൽ രാത്രി ആയപ്പോൾ ഇയാൾക്ക് സമാധാനം ഇല്ല. ഉറങ്ങാൻ പോകുന്ന നേരത്ത് ഇനിയിപ്പോ മാലാഖയെ നോക്കാൻ പറ്റില്ലല്ലോ, ഉറങ്ങണമല്ലോ. അപ്പൊ ഇയാൾ എന്താ ചെയ്തത്? നമ്മുടെ പെലായോ, ഹി ഡ്രാഗ്ഡ് ഹിം, അയാൾ വലിച്ചു വെച്ചു. ഡ്രാഗ് ചെയ്യാൻ വലിച്ചു വെക്കുക. ആരെ? ഈ ഒരു മാലാഖയെ വലിച്ചു വെച്ചു. എവിടേക്ക്? ഔട്ട് ഓഫ് ദ മഡ്, ആ മഡിന്റെ പുറത്തേക്ക് വലിച്ചെടുത്തു. ഓക്കെ, വലിച്ചെടുത്തിട്ട് ആൻഡ് ലോക്ക്ഡ് ഹിം അപ്പ്, അയാളെ കെട്ടിയിട്ടു അല്ലെങ്കിൽ പൂട്ടിയിട്ടു. എവിടെ? വിത്ത് ദ ഹെൻസ്, കോഴികളുടെ കൂടെ. എവിടെയാണ്? ഇൻ ദ ചിക്കൻ കൂപ്പ്. ചിക്കൻ കൂപ്പ് പറഞ്ഞാൽ കോഴിക്കൂട്. അപ്പം രാത്രി ആയപ്പോൾ ഇയാൾക്ക് സമാധാനം ഇല്ല, ഇനി മാലാഖ ഓടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് എന്താ വെച്ചാൽ ഇയാളെ പിടിച്ച് വലിച്ചിട്ട്, ചെയിനൊക്കെ ഇട്ടുകാണ്ട് പിടിച്ച് വലിച്ചുകാണ്ട് നേരെ കോഴിക്കൂട്ട് കൊണ്ടുപോയിട്ട് അടച്ചു. കോഴിക്കൂട്ടിൽ കോഴികളൊക്കെ ഉണ്ട്, ആ കോഴികളുടെ കൂടെ അടച്ചു. വേറെ എവിടെയും വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഓക്കെ, ഇനിയാണ് നമ്മുടെ കഥയിലെ പ്രധാനപ്പെട്ട ട്വിസ്റ്റുകളൊക്കെ വരുന്നത്. എന്താ സംഭവിക്കുന്നത് ഇവിടെ നമുക്ക് നോക്കാം. നോക്ക്, എ ഷോർട്ട് ടൈം ആഫ്റ്റർ വാർഡ്, ഈ ഒരു സംഭവം നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ, അന്ന് രാത്രി തന്നെയാണ് കേട്ടോ, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദ ചൈൽഡ് വോക്ക് അപ്പ് വിത്തൗട്ട് എ ഫീവർ. ഇവരുടെ കുട്ടി നല്ല അസുഖം ബാധിച്ച് കിടക്കുകയായിരുന്നു, ഭക്ഷണം പോലും കഴിക്കാതെ കിടക്കുകയായിരുന്നു ആ കുട്ടി. പക്ഷെ ആ കുട്ടി പെട്ടെന്ന് ഉറക്കത്തുണ്ട് എഴുന്നേറ്റു. എഴുന്നേറ്റ സമയത്ത് വിത്തൗട്ട് എ ഫീവർ എന്നാണ്, പനിയൊന്നും ഇല്ലാതെ, ശരീരത്തിലൊരു ചൂട് പോലും ഇല്ലാതെ എഴുന്നേൽക്കുന്നത്. ഇതുവരെ പനിച്ച് വറച്ച് നിന്നൊരു കുട്ടിയായിരുന്നു. പെട്ടെന്ന് ആ കുട്ടിയുടെ അസുഖമൊക്കെ മാറുകയാണ്. ദെൻ ആൻഡ് വിത്ത് എ ഡിസയർ ടു ഈറ്റ്, നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാനൊന്നും തോന്നില്ലല്ലടാ. അപ്പൊ ഈ കുട്ടി അതുവരെ ഭക്ഷണമൊന്നും കാര്യമായിട്ട് കഴിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് അസുഖമൊക്കെ മാറിയപ്പോൾ ആ കുട്ടി ഭക്ഷണം കഴിക്കാനൊക്കെ ഡിസയർ എന്ന് പറഞ്ഞാൽ ആഗ്രഹം കാണിക്കാം. ഓക്കെ, അപ്പൊ ആ കുട്ടിക്ക് ഭക്ഷണം വേണമെന്നൊക്കെ ആവശ്യപ്പെടുന്നു. അപ്പൊ നമ്മുടെ പെലായക്കും ബെലിസിന്റെക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും, കാരണം അവർക്ക് മാറില്ല എന്ന് വിചാരിച്ച അസുഖമാണ് മാറുന്നത് അല്ലേ. then they felt magnanimous. മെഗ്നാനിമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹതാപം എന്നൊക്കെ പറയാം. അതായത് നമ്മുടെ ജനറസ് അല്ലെ, വളരെ ഉദാര മനസ്കത തോന്നുകയാണ്. ആരോട്? നേരത്തെ കണ്ട മാലാഖയോട് അല്ലെ. ഇപ്പൊ ആ മാലാഖയെ ഇവരെന്താ ചെയ്ത്? പിടിച്ച് വലിച്ചുകാണ്ട് കോഴിക്കോട്ട് കൊണ്ടുപോയി അടച്ചില്ലേ. ഇപ്പൊ അവർക്ക് സഹതാപം തോന്നുന്നു. അവരിപ്പോ വിശ്വസിക്കുന്നത് ഈ മാലാഖ വന്നത് കൊണ്ടാണ് നമ്മുടെ അസുഖം, നമ്മുടെ കുട്ടിയുടെ അസുഖമൊക്കെ മാറിയെന്ന. കാരണം നേരത്തെ ആ സ്ത്രീ വന്ന് പറഞ്ഞതും അത് തന്നെയാണല്ലോ, ഈ മാലാഖ നിങ്ങളുടെ കുട്ടിയുടെ അസുഖം മാറ്റാൻ വന്നാവുന്നേ. അപ്പൊ എന്തോ ചക്ക വീട് മയില് ചത്തമാരി ആ കുട്ടിയുടെ അസുഖം മാറി. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ, കഥയിൽ ചോദ്യങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ആ മാലാഖയിൽ ഭയങ്കര വിശ്വാസമായി. അപ്പൊ അതുകൊണ്ട് മാലാഖയുടെ ഒരു സഹതാപം ഇവർക്ക് തോന്നുകയാണ്. അതാണ് മെഗ്നാനിമസ് എന്ന് പറഞ്ഞത്. ഇനി അവരെന്താ ചെയ്യുന്നത്? they decided, അവർ തീരുമാനിച്ചു, ഉടനെ തന്നെ അവർ തീരുമാനിച്ചു to put the angel on a raft. നമുക്ക് ഉടനെ തന്നെ എന്ത് ചെയ്യാം? നാളെ നേരം വെളുത്താലുടൻ നമ്മുടെ ആ ഏഞ്ചലിനെ ഒരു റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചങ്ങാടം എന്നൊക്കെ പറയും. മരങ്ങൾ കൂട്ടിക്കെട്ടിക്കാണ്ട് ഉണ്ടാക്കുന്ന തോണികൾക്കാണ് എന്താ പറയാ? റാഫ്റ്റ് എന്ന് പറയാം. അപ്പൊ ഒരു റാഫ്റ്റ്, ഒരു ചങ്ങാടം ഉണ്ടാക്കാം. എന്നിട്ട് ആ ചങ്ങാടത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഏഞ്ചലിനെ ഇരുത്താം. എന്നിട്ട് വിത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് പ്രൊവിഷൻസ്, നല്ല ശുദ്ധജലവും അതുപോലെ തന്നെ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു യാത്രക്കായിട്ട് നമ്മൾ കരുതുന്ന ഭക്ഷണ സാധനങ്ങൾക്കാണ് നമ്മൾ പ്രൊവിഷൻ എന്ന് പറയാം. അപ്പൊ ഫുഡും അതേപോലെ തന്നെ നല്ല വെള്ളം, ശുദ്ധജലമൊക്കെ കുറച്ച് അതിലേക്ക് എടുത്തു വെക്കാം. എങ്ങനെ? ഫോർ 3 days, 3 ദിവസത്തേക്ക്. അപ്പൊ ഒരു 3 ദിവസത്തേക്കുള്ള ഫുഡും സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം. എന്നിട്ട് ആൻഡ് ലീവ് ഹിം ടു ഹിസ് ഫേറ്റ് ഓൺ ദ ഹൈ സീസ്. ഹൈ സീസ് എന്ന് പറഞ്ഞാൽ ഉൾക്കടൽ അല്ലെങ്കിൽ പുറംകടൽ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ ഇവരുടെ വിശ്വാസം എന്താ വിചാരിച്ചാൽ ഈ മാലാഖ വന്നിരിക്കുന്ന കടലിൽ നിന്നാണ്. ഇവർ കടപ്പുറത്ത് ജീവിക്കുന്ന ആളുകളല്ലേ. അപ്പൊ ഈ കടലമ്മ മറ്റുള്ളൊക്കെ പല വിശ്വാസങ്ങൾ അവർക്ക് ഉണ്ടാവും അല്ലെ. അപ്പൊ എന്തായാലും കടലിൽ നിന്ന് വന്നൊരു മാലാഖയല്ലേ, അപ്പൊ തൽക്കാലം ഇതിനെ കടലിലേക്ക് തന്നെ പറഞ്ഞയക്കാം. അപ്പൊ ഒരു തോണിയിൽ കയറ്റി വിടാം. 3 ദിവസത്തേക്ക് ഭക്ഷണം
വെള്ളം കൊടുക്കാം, എന്നിട്ട് അതിന്റെ ഫേറ്റ്, അതിന്റെ വിധിക്ക് അങ്ങോട്ട് വിടാം, ലീവ് ചെയ്യാൻ വിടുക അല്ലെ, അങ്ങനെ വിടാമെന്ന് കരുതിയിട്ട് ഇവർ ഉറങ്ങാൻ കിടന്നു. ഓക്കെ, ഇനി അടുത്ത ദിവസം രാവിലെ വലിയ വലിയ അത്ഭുതങ്ങളൊക്കെ നടക്കാൻ പോവാണ്. എന്താണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കണം നോക്കാം. ബട്ട് വെൻ ദേ വെന്റ് ഔട്ട് ഇൻ ദ കോർട്ട്യാർഡ് അറ്റ് ദ ഫസ്റ്റ് ലൈറ്റ് ഓഫ് ഡോൺ. ഡോൺ എന്ന് പറഞ്ഞാൽ പ്രഭാതം എന്നർത്ഥം. പ്രഭാതത്തിന്റെ ഫസ്റ്റ് ലൈറ്റ്, ആദ്യ വെളിച്ചം, അതായത് വളരെ ഏർലി മോർണിംഗ് ആണ് അല്ലെ. ആ ഒരു പുലർച്ചെ സമയത്ത് അവര് കോർട്ട്യാർഡിലേക്ക്, മുറ്റത്തേക്ക് വന്ന സമയത്ത് അവർ കാണുന്ന കാഴ്ച എന്താ? ദേ ഫൗണ്ട്, അവര് കണ്ടെത്തി, ദ ഹോൾ നെയ്ബർഹുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ചിക്കൻ കൂപ്പ് ഹാവിങ് ഫൺ വിത്ത് ദ ഏഞ്ചൽ. അവരുടെ അയൽപ്പക്കം, നൈബർഹുഡ് പറഞ്ഞാൽ അയൽപ്പക്കം, അവരുടെ അയൽപ്പക്കത്തുള്ള ആളുകൾ മുഴുവൻ എവിടെ കൂടിയിട്ടുണ്ട്? ഇൻ ഫ്രണ്ട് ഓഫ് ദ ചിക്കൻ കൂപ്പ്, ആ ഒരു കോഴിക്കൂടിന്റെ മുന്നിൽ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. എന്താ അവർ ചെയ്യുന്നത്? ദേ വർ ഹാവിങ് ഫൺ വിത്ത് ദ ഏഞ്ചൽ അല്ലെ. ആ ഒരു മാലാഖയുടെ കൂടെ ആസ്വദിക്കുക, അല്ലെങ്കിൽ കളിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ കളിപ്പിക്കുകയാണ് ആര് ചെയ്യുന്നത്? ഈ ആളുകൾ ചെയ്യുന്നത്. ദെൻ ദ വിസിറ്റേഴ്സ്, ഈ സന്ദർശകർ, അതായത് ഇവരുടെ ഈ അയൽവാസികളായിട്ടുള്ള ആളുകൾ, വേർ ടോസിങ് ഹിം തിങ്സ് ടു ഈറ്റ് ത്രൂ ദ ഓപ്പണിങ്സ് ഇൻ ദ കൂപ്പ്. ആ കോഴിക്കൂടിന്റെ കുറെ ഓപ്പണിങ്സ്, ചെറിയ ചെറിയ ഗ്രില്ലുകളൊക്കെ ഉണ്ടാവില്ലോ, അഴികൾ അല്ലെങ്കിൽ ഗ്യാപ്പുകൾ ഉണ്ടാവില്ലോ, ആ ഗ്യാപ്പിനുള്ളിൽ കൂടി ഇവന്മാര് ടോസ് ചെയ്യാണ്. ടോസ് ചെയ്യാറിന് എറിയ, നിങ്ങൾ ഈ ടോസ് കളിക്കുന്ന സമയത്തൊക്കെ ടോസ് ചെയ്യുന്ന കേട്ടിട്ടില്ലേ, നാണയങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനെ ഇവരിങ്ങനെ ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? തിന്നാൻ വേണ്ടിയിട്ട്, ഈറ്റിങ്സ് ഭക്ഷണ സാധനങ്ങൾ ഇല്ലേ, ഈ ചങ്ങായിക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റും മറ്റു പല സാധനങ്ങൾ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് കോഴിക്കോടിന്റെ ഉള്ളിലേക്ക്. ഇറ്റ് വാസ് ആസ് ഇഫ് ഹി വെർ ഇൻ എ സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ ബട്ട് എ സർക്കസ് ആനിമൽ. അപ്പൊ എന്താ ഇവരുടെ വിറ്റ് എന്ന് വിചാരിച്ചാല്, നമ്മുടെ ഈ ഒരു വന്നിട്ടുള്ള വിസിറ്റേഴ്സ് അല്ലെങ്കിൽ ഇവരുടെ അയൽക്കാരുടെ വിചാരം എന്താ വിചാരിച്ചാല്, ഇതൊരു സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ, അതായത് അമാനുഷിക ശക്തിയുള്ള ഒരു ജീവിയാണെന്നൊന്നും ഇവർ കരുതുന്നില്ല. അങ്ങനെയല്ല. ആസിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന പോലെ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഒരു ഭീകര ജീവി അല്ലെങ്കിൽ ഒരു അമാനുഷിക ശക്തിയുള്ള ഒരു ജീവി എന്ന പോലെയൊന്നല്ല ഇവർ ഇതിനോട് പെരുമാറുന്നത്. പകരം എങ്ങനെയാ? ബട്ട് എ സർക്കസ് ആനിമൽ, ഒരു സർക്കസ് മൃഗത്തെ കണ്ടൊരു ഭാവമായിരുന്നു, ഒരു കോമാളിയെ കണ്ട പോലെ അല്ലെങ്കിൽ ഒരു സർക്കസ് ആനിമലിനെ കണ്ട പോലെ തമാശ മട്ടിലായിരുന്നു ഇവർ ഈ ഏഞ്ചലിനോട് പെരുമാറിയിരുന്നത്. അതിനെ കൊത്താനും നോവിക്കാനും അതിന് ഫുഡ് കൊടുക്കാനും അതിനോട് കളിപ്പിക്കാനൊക്കെ അങ്ങനെയുള്ള ഒരു രസമായിരുന്നു ഇവർക്ക് തോന്നി. നമ്മളെ ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്നൊക്കെ പറഞ്ഞ ഒരു അവസ്ഥ. ദ ന്യൂസ് ഓഫ് ദ ക്യാപ്റ്റീവ് ഏഞ്ചൽ സ്പ്രെഡ് വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി. റാപ്പിഡിറ്റി എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, അതിവേഗത്തിൽ. ഗ്രേറ്റ് റാപ്പിഡിറ്റി എന്നാൽ വളരെ അതിവേഗത്തിൽ അല്ലേ. അപ്പോ ഈ ഒരു ന്യൂസ്, അതായത് എന്തിന്റെ? ഈ ക്യാപ്റ്റീവ് ഏഞ്ചൽ, തടവിലാക്കപ്പെട്ട മാലാഖയുടെ ന്യൂസ് സ്പ്രെഡ് ചെയ്തു തന്നെ. സ്പ്രെഡ് ചെയ്താൽ വ്യാപിച്ചു, അതിവേഗത്തിൽ എല്ലായിടത്തേക്കും വ്യാപിച്ചു. Then after a few hours, കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം, the courtyard had the bustle of the market place. മാർക്കറ്റ് പ്ലേസ് എന്ന ചന്തസ്ഥലം അല്ലെ. ഒരു ചന്തസ്ഥലത്തുള്ളത് പോലുള്ള ബസിൽ, ബഹളം അവിടെ എവിടെ ഉണ്ടായി? ഇവരുടെ ഈ മുറ്റത്തുണ്ടായി. അപ്പൊ മുറ്റത്ത് ആളുകളെ കൊണ്ട് നിറഞ്ഞു. ഇവർക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തായിട്ടുള്ള അന്നാട്ടിലെയും പുറനാട്ടിലേക്ക് ആളുകൾ അവിടെ വന്ന് നിറഞ്ഞു ഈ മാലാഖയെ കാണാനേ. The couple had to call the troops to disperse the mob. ട്രൂപ്പ് എന്ന് പറഞ്ഞാൽ പട്ടാളത്തോട്ടോ, പട്ടാളക്കാര്. അപ്പൊ ഈ കപ്പിളിന്, നമ്മുടെ പലായോക്കും അതുപോലെ തന്നെ എലിസന്റേക്കും അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, ഈ ക്രൗഡിന് എന്ത് ചെയ്യാന് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ക്രൗഡ് എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടം എന്നാണ് അർത്ഥം. മോബ് എന്ന് പറഞ്ഞാൽ വയലന്റ് ക്രൗഡ്, കുറച്ച് അക്രമാസക്തരായ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ജനക്കൂട്ടത്തെ നമ്മൾ മോബ് എന്ന് പറയാം. അപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെ ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റാതായി, അതാണ് ഇവിടെ മോബ് എന്ന് പരാമർശിച്ചത്. അപ്പൊ ആ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ, ഡിസ്പേഴ്സ് ചെയ്യാൻ, പിരിച്ചുവിടാനായിട്ട് ഇവർക്ക് പട്ടാളത്തെ വരെ വിളിക്കേണ്ടി വന്നു. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് ഇവരെന്ത് ചെയ്തു? മാറി. ഇനി ഇവരുടെ മനസ്സിലേക്ക് പുതിയ പുതിയ ആശയങ്ങൾ വരികയാണ്. എന്താ? ദേ ഗോട്ട് ദ ഐഡിയ, അവർക്കൊരു ആശയം തോന്നി. എന്താണ്? ഫെൻസിങ് ഇൻ ദ യാർഡ്. യാർഡ് എന്ന് പറഞ്ഞാൽ മുറ്റം അല്ലെ. അവരുടെ മുറ്റത്തിന് ചുറ്റും ഫെൻസിങ് ചെയ്യുക. ഫെൻസിങ് ചെയ്യാൻ വേലി കെട്ടുക അല്ലെ. വേലി കെട്ടാമെന്ന് ഇവർ എന്ത് ചെയ്തു? തീരുമാനിച്ചു. ആൻഡ് ചാർജിങ് 5 cents. സെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു അവിടുത്തെ നാണയമാണ്. അപ്പൊ 5 cent പൈസയും ഈടാക്കാം. എന്തിന്? ഫോർ അഡ്മിഷൻ ടു സീ ദ ഏഞ്ചൽ. ഈ ഏഞ്ചലിനെ കാണാൻ അഡ്മിറ്റ് ചെയ്യാൻ അല്ലെ, അനുവദിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ദ ക്യൂരിയസ് കെയിം ഫ്രം ഫാർ അവേ. ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ, ക്യൂരിയോസിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ആകാംക്ഷ എന്നാണ്. ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ ജിജ്ഞാസുക്കൾ, അതായത് ആകാംക്ഷയുള്ളവർ അല്ലെ. ഈ ഒരു മാലാഖയെ കാണാൻ ആകാംക്ഷയുള്ളവർ, അവിടെ എല്ലാവർക്കും ആകാംക്ഷയുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഫാർ അവേ, ദൂരപ്രദേശത്ത് നിന്ന് വരെ ഇവിടേക്ക് വരാൻ തുടങ്ങി. ദെൻ ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് ഓൺ എർത്ത് കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്. ഇൻവാലിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വന്നിട്ടോ അല്ലെങ്കിൽ ജന്മനാ നിർഭാഗ്യവശാലോ നമുക്ക് ഈ വൈകല്യങ്ങൾ ബാധിച്ചിട്ടുള്ള, കൈയില്ലാത്തവര്, കാലില്ലാത്തവര്, കൊഴിഞ്ഞു പോയിട്ടുള്ളവര്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ നമ്മൾ ഇൻവാലിഡ്സ് എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള അംഗവൈകല്യം ബാധിച്ചിട്ടുള്ള അൺഫോർച്ചുനേറ്റ് ആയിട്ട്, ഫോർച്ചുനേറ്റ് എന്ന് പറഞ്ഞാൽ ഭാഗ്യം എന്നാണ് അർത്ഥം, അൺഫോർച്ചുനേറ്റ് എന്ന് പറഞ്ഞാൽ നിർഭാഗ്യം. അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് എന്നാ പറഞ്ഞത്
ഏറ്റവും ഭാഗ്യം കെട്ട നിർഭാഗ്യവന്മാരായിട്ടുള്ള അംഗവൈകല്യം ബാധിച്ചിട്ടുള്ള ആളുകൾ പോലും എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്, കെയിം വന്നു. എന്തിനെ? ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്, അവരുടെ ആരോഗ്യം തേടി. അതായത് ആളുകൾക്കിടയിൽ ഒരു വിശ്വാസം ഉണ്ടായി. നേരത്തെ കുട്ടിയുടെ അസുഖം മാറിയതുപോലെ ഈ മാലാഖയെ കണ്ടാല് അതിനെ തൊട്ടാൽ ഇവരുടെ അസുഖമൊക്കെ മാറും, അവരുടെ കുഴഞ്ഞ ശരീരമാണെങ്കിൽ അത് മാറും എന്നൊക്കെയുള്ളൊരു വിശ്വാസം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ എഴുത്തുകാരൻ ഇപ്പോഴത്തെ മനുഷ്യന്മാരൊന്ന് ട്രോൾ ചെയ്തതാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, അത് നമ്മുടെ നാട്ടിൽ നിന്നല്ല, ലോകത്തിന്റെ ഏതൊരു ഭാഗത്ത് പോയാലും ഇന്ന് കപട ദൈവങ്ങളുടെ ഒരു കാലഘട്ടമാണ് അല്ലെ. മനുഷ്യന്മാരിൽ തന്നെ എന്തെങ്കിലും വൈകൃതങ്ങളോട് കൂടിയിട്ട് അല്ലെ രൂപവ്യത്യാസത്തോട് കൂടി ജനിക്കുന്ന ഒരാളെ കണ്ടാൽ അവരെ ദൈവമായിട്ട് കരുതുക, അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പൂജകൾ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പൈസ വാരി അറിയുക, അവരെ കാണാൻ വേണ്ടി ഒന്ന് അവരെ വേണ്ടിയിട്ട് ആരാധനാലയങ്ങൾ ഉണ്ടാക്കുക. ഇങ്ങനത്തെ കുറെ മൊയിന്തുകൾ ജീവിക്കുന്ന നാടാണ് നമ്മളുടേത് അല്ലെ. അതേപോലെ തന്നെ ആൾദൈവങ്ങളിലെ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർക്ക് എന്തെങ്കിലും മാജിക്കൽ ക്വാളിറ്റി കിട്ടിക്കഴിഞ്ഞാൽ, ഒരു മേജിക്കാരനെ കിട്ടിയാൽ തന്നെ മതി, അയാളപ്പം ദൈവമാവും അല്ലെ. എന്നിട്ട് അവരെ കാണാനും അവരെ തൊടാനും അവര് എന്ത് ചെയ്യുക, തുപ്പിയ വെള്ളം കുടിക്കാനും കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനൊക്കെ പ്രാന്തന്മാരായിട്ട് നടക്കുന്ന കുറെ ഭക്തന്മാരുണ്ട്. അത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഭക്തന്മാരെ കളിയാക്കാനും കൂടിയാണ് മൂപ്പർ ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു വയസ്സൻ എണീക്കാൻ പോലും വയ്യാത്ത, സ്വന്തം എന്ത് ചെയ്യാന്, സ്വന്തമായിട്ടൊന്ന് ചളിയിക്കുന്ന എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത, കോഴിക്കൂട്ടിൽ അടയ്ക്കപ്പെട്ട ഒരു സാധാരണ മനുഷ്യൻ പിടിച്ചിട്ട് കോഴിക്കൂട്ടിൽ അടയ്ക്കപ്പെട്ട ഒരു ചെങ്ങായിനെ കാണാനാണ് പൈസയും കൊടുത്തിട്ട് വന്നിട്ട് ഈ ഒരു പാവങ്ങളൊക്കെ വന്നിട്ട് തങ്ങളുടെ അസുഖം മാറുന്ന വിചാരിച്ചങ്ങാണ്ട് നിൽക്കുന്നത് അല്ലെ. എന്താ ചെയ്യാ, പിരാന്ത് എന്നല്ല എന്ത് പറയാനാ. സോ ഇവിടെ നോക്കി, പെലായോ ആൻഡ് എലിസെന്റ വെർ ഹാപ്പി വിത്ത് ഫാറ്റിഗ്. ഫാറ്റിഗ് എന്ന് പറഞ്ഞാൽ ക്ഷീണം എന്നാണ് അർത്ഥം. ക്ഷീണം കാരണം പെലായയും അതേപോലെ തന്നെ എലിസെന്റയും സന്തോഷിച്ചു. ഈ ക്ഷീണം കാരണം സന്തോഷിച്ചു എന്ന് പറഞ്ഞാൽ അത് രസമില്ലല്ലോ. അതെന്താ സംഭവം? വേറൊന്നല്ല, പൈസ എണ്ണി പൈസ പെറുക്കി ക്ഷീണിച്ചു പോയതാണ്. അപ്പൊ നമുക്കറിയാം, ചില ക്ഷീണങ്ങൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കും. ഇപ്പൊ നമ്മൾ ഒരുപാട് പഠിച്ച് നല്ല സെറ്റായി ഉറക്കമിളച്ച് പഠിച്ചിട്ട് ഫുൾ സെറ്റാക്കി പാഠപുസ്തകം മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ ആ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് നമുക്ക് ക്ഷീണമുണ്ടെങ്കിലും ഒരു സന്തോഷം ഉണ്ടാവും അല്ലെ. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വയറ് നിറയെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ക്ഷീണം ഉണ്ടാവും. പക്ഷെ ആ ക്ഷീണം നമുക്കൊരു സന്തോഷം നൽകുന്ന ക്ഷീണമായിരിക്കും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ കുറെ പൈസ വാരി കൂട്ടിയ ക്ഷീണമാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് സന്തോഷത്തിൻ്റെതായ ക്ഷീണമാണ് അല്ലെ. ഇൻ ലെസ് ദാൻ എ വീക്ക്, ഒരാഴ്ചക്കുള്ളിൽ തന്നെ they had crammed their rooms with money. ക്രാം പറഞ്ഞാൽ കുത്തി നിറയ്ക്കുക എന്നർത്ഥം. they had crammed, അവർ കുത്തി നിറച്ചു, അവരുടെ മുറി നിറയെ പണം കൊണ്ട് കുത്തി നിറച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മുറി നിറച്ചും പണം നിറഞ്ഞു. then still the line of pilgrims waiting their turn to enter reached beyond the horizon. ഹോറിസോൺ എന്നൊക്കെ പറഞ്ഞാൽ ചക്രവാളം എന്നാണ് അർത്ഥം. അതായത് സൂര്യൻ, നമ്മുടെ ആകാശവും ഭൂമിയും തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ സ്ഥലത്തിന്, സൂര്യൻ ഉദിക്കുന്ന ആ ഭാഗത്തിന്, സൂര്യ ഉദിക്കുക അസ്തമിക്കൊക്കെ ചെയ്യുന്ന ആകാശവും ഭൂമിയും കൂട്ടിമുട്ടുന്ന അറ്റം, അതായത് ഭൂമിയുടെ അറ്റം എന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു ഇമാജിനറി പ്ലേസ് ആണ്. നമ്മൾ ദൂരേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത്, കടലിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നൂലേ, കടലും ആകാശവും തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടുന്നതായിട്ട്. അതിന് കടലിൽ നിന്നല്ല, ഏത് ദൂരെയുള്ള ഒരു മൈതാനം പോലുള്ള സ്ഥലത്തൊക്കെ പോയാലും കുറേ ദൂരേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നും ആകാശം ഇങ്ങനെ ഭൂമിയോട് ചേർന്ന് കിടക്കുന്നതായിട്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കാണ് നമ്മൾ ഹോറിസോൺ, ചക്രവാളം എന്നാണ് ഇതിന് മലയാളത്തിൽ പറയാം. അപ്പൊ ചക്രവാളത്തിൽ നിന്ന് വരെ ആളുകൾ വരാൻ തുടങ്ങി. എന്തിനു വേണ്ടി? ആ ചക്രവാളങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ദൂരെ, കണ്ണത്താ ദൂരെയുള്ള പ്രദേശത്ത് നിന്ന് വരെ ആളുകൾ വരാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ക്യൂ ഉണ്ട് എന്നാ പറഞ്ഞത്. പിൽഗ്രിംസ് ആണ് അല്ലെ അവരെ. പിൽഗ്രിംസ് എന്ന് പറഞ്ഞാൽ തീർത്ഥാടകര്. ശരിക്കും പറഞ്ഞാൽ അതൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറി, ഒരു മതപരമായ കേന്ദ്രമായിട്ട് മാറി. അപ്പൊ തീർത്ഥാടകരായ ആളുകളുടെ ക്യൂ നീണ്ടു നിൽക്കുകയാണ്. ഇപ്പോഴും ഇവർക്ക് പൈസ ഇഷ്ടം പോലെ കിട്ടി. സ്റ്റിൽ ആ ക്യൂ ഇപ്പോഴും ഉണ്ട്. വീടിന് ചുറ്റിലും എപ്പോഴും ഒരു നീണ്ട നിര, തീർത്ഥാടകരുടെ നീണ്ട നിര അങ്ങ് ദൂരെ ചക്രവാളം വരെ നീണ്ടു കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ മക്കളെ, നമുക്ക് ഈ പാർട്ട് ഇവിടെ വെച്ച് നിർത്താം. ഇതിന്റെ ബാക്കി നമുക്ക് ഏകദേശം ഇപ്പൊ എടുത്തത്ര തന്നെ ഇനിയും എടുക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ചെയ്യാം. അതിനു മുമ്പ് മക്കള് ഇതെല്ലാം എഴുതിയെടുത്തിട്ട് അർത്ഥങ്ങളൊക്കെ പഠിക്കുക. അതുപോലെ തന്നെ പരമാവധി സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.